ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടൈറ്റിൽ കണ്ടതുപോലെ തന്നെ മദ്യപാനിക്കും ഡ്രങ്കനും ഇഷ്ടപ്പെട്ട കുറെ ബാറുകളെ കുറിച്ചാണ് ഇന്ന് നമ്മുടെ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. സ്റ്റേ ട്യൂൺ. യെസ് ഗായ്സ്, നമ്മൾ നമ്മുടെ സാമ്രാജ്യത്തിൽ എത്തിക്കഴിഞ്ഞു. ഒഫീഷ്യലി ഇറ്റ്സ് മധ്യ ലോകം ഫോർ അസ്. കാരണം നമുക്ക് ഒരുപാട് പ്രിയപ്പെട്ട ഒരു ബാറാണ് നമ്മുടെ ബൊണാൻസ ബാർ എന്ന് പറയുന്നത്. കാരണം ഞാൻ നേരത്തെ പല വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ വരുമ്പോൾ ഒരു പ്രത്യേക ഒരു നമ്മുടെ ഹോംലി ഫീൽ എന്നൊക്കെ പറയത്തില്ലേ, അതെ, വി ആർ അറ്റ് ഹോം എന്നുള്ളൊരു ഫീലാണ് ഞങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ കിട്ടുന്നത് ആക്ച്വലി. ഓക്കെ ഗായ്സ്, ആസ് പ്രോമിസ് ഇന്നത്തെ വീഡിയോയിൽ എന്ന് പറഞ്ഞെങ്കിൽ ഞങ്ങളൊരു കൗതുകകരമായിട്ടുള്ള വീഡിയോ, ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആണ്. കാരണം ഞങ്ങളുടെ പേഴ്സണൽ ഫേവറിറ്റിനെ കുറിച്ചാണ് ഞങ്ങളിത് പറയുന്നത്. വിച്ച് മീൻസ് ഞങ്ങൾ ഒട്ടനവധി ബാറുകൾ സന്ദർശിക്കാറുള്ള നിത്യ സന്ദർശകരാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ആ ബാറുകളിൽ ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ആലപ്പുഴയിലെയും നമ്മുടെ സ്വന്തം കൊച്ചിയിലെയും എത്ര എണ്ണം എന്ന് ഞാൻ പറയുന്നില്ല, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബാറുകൾ ഏതൊക്കെയാണെന്ന് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് അതിനെക്കുറിച്ചൊരു ചെറിയൊരു ഇൻട്രോ തരാനാണ് ഞങ്ങൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. സോ ഈ ബാറുകളുടെ ഞങ്ങൾ പോയ വീഡിയോസിന്റെ എല്ലാം ലിങ്ക് ഈ വീഡിയോയുടെ ചാനലിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നതായിരിക്കും. യു ക്യാൻ ജസ്റ്റ് വാച്ച് ദാറ്റ് ആൻഡ് എൻജോയ് ദ മൊമെന്റ്സ്. അപ്പോൾ എന്നിരുന്നാലും ഇന്നത്തെ കണ്ടന്റ് ഇതാണ്: വിച്ച് ആർ ദ ബാർസ് വിച്ച് ഐ ലൈക്ക് ദ മോസ്റ്റ്, വിച്ച് ഒബ്വിയസ്ലി വി ഹാവ് വിസിറ്റഡ്. ഞങ്ങൾ വിസിറ്റ് ചെയ്ത ബാറുകൾ, ഏറ്റവും ഇഷ്ടപ്പെട്ട ബാറുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത്. സോ സ്റ്റേ ട്യൂൺ ആൻഡ് എൻജോയ് ദിസ് അമേസിംഗ് വീഡിയോ ഓഫ് മദ്യപാനി ദ ഡ്രങ്കാർഡ്. അപ്പൊ നമുക്കിനി കാര്യത്തിലേക്ക് കടക്കാം. ദ കണ്ടന്റ് ഈസ് ക്രിസ്റ്റൽ ക്ലിയർ. അപ്പോൾ നമ്മളെ അസിസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം ബ്രോയാണ്. ബ്രോയുടെ പേര് എന്താണെന്ന് ഞാൻ മറന്നുപോയി, ഒരിക്കൽ കൂടെ പ്ലീസ്. എന്റെ പേര് റോബിൻ ആണ്. റോബിൻ, ഓക്കെ, മിസ്റ്റർ റോബിൻ. ഞാൻ മറന്നുപോയത് കൊണ്ടാട്ടോ, വേറെ കൊണ്ടുവരുന്നത് നമുക്കിങ്ങനെ ഒരുപാട് ബ്രോസ് നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. മീൻസ് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, ഒരുപാട് പേര് നമ്മൾ ഒരുപാട് സന്തോഷം ഇഷ്ടമുള്ള ഒരുപാട് കൂട്ടുകാർ നമുക്കുണ്ട്. പക്ഷേ പേര് ഓർത്തു വെക്കുക എന്നുള്ളത് മോശപ്പെട്ട കാര്യമൊന്നുമല്ല, പക്ഷെ നമ്മുടെ ഫീൽഡ് ഇതായത് കാരണം നമുക്ക് എപ്പോഴും ഓർമ്മ നിൽക്കത്തില്ല. സോ ഇറ്റ്സ് ഓക്കെ ഫോർ ഹിം ആൻഡ് അസ്. സോ നമുക്ക് നമ്മുടെ കണ്ടന്റിലേക്ക് കിടക്കാം. നമ്മൾ ഈ ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ, ഒട്ടനവധി ബ്രാൻഡുകളാണ് നമുക്കിവിടെ ഉള്ളത്. പക്ഷെ എന്ത് ചെയ്യും, ഒറ്റ പ്രശ്നമേ ഉള്ളൂ. ഇതിലെല്ലാം നമ്മൾ ട്രൈ ചെയ്തു, ഒന്നല്ല രണ്ടല്ല, അതിൽ കൂടുതൽ വട്ടം നമ്മൾ ഇവിടുന്ന് തന്നെ ട്രൈ ചെയ്ത് നിങ്ങൾ തന്നെ കണ്ടതാണ്. ഏതെങ്കിലും ഒരു ബ്രാൻഡ് ഒന്ന് പറഞ്ഞതാ ബ്രോ നമുക്ക് കഴിക്കാത്തായിട്ടുള്ളത്? നമുക്ക് JNB ട്രൈ ചെയ്താലോ? JNB ഇല്ല, JNB നമ്മൾ ട്രൈ ചെയ്തിട്ടില്ല. സോ ഇന്ന് എന്തായാലും JNB തന്നെ ആവട്ടെ. കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനം ആയാലും നിങ്ങളുടെ എന്റർടൈൻമെന്റ് ആണ് നമ്മുടെ ഏറ്റവും വലിയ ആസ്പെക്ട് എന്ന് പറയുന്നത്. സോ ഫ്രഷ് ബോട്ടിലാണോ അല്ലേ? ഫ്രഷ്. ഓക്കെ, എത്ര രൂപ ഒരു പേക്കിന്? നമ്മൾ 500 ഇവിടെ ചാർജ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ JNB നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ബോട്ടിലാണ്. വിന്റേജ് കളക്ഷൻ ബോട്ടിൽസിൽ ഒന്നാണ്. നല്ല ലേബലിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ബോട്ടിലേക്ക് നമ്മൾ അടുത്ത് തന്നെ വരുന്നതായിരിക്കും. ഇതിന്റെ ബോട്ടിൽ പ്രൈസ് എന്ന് പറയുന്നത് പലരും പറയുന്നുണ്ട് നമ്മുടെ വീഡിയോസിൽ. അത് കാണുമ്പോൾ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. മറ്റൊന്നുമല്ല ബ്രോ, വീഡിയോ ചെയ്യുമ്പോൾ ബോട്ടിലിന്റെ പ്രൈസും കൂടെ പറഞ്ഞിരുന്നത് നല്ലതായിരിക്കും എന്ന് ഒരുപാട് പേര് നമ്മളോട് പറയുന്നു. അപ്പോൾ എല്ലാവരോടും ഞാൻ പറയുന്നുണ്ട്, നമ്മുടെ ഏത് വീഡിയോ ചെയ്താലും ആ ബ്രാൻഡിന്റെയും അല്ലെങ്കിൽ ആ എന്താണ് നമ്മൾ ചെയ്യുന്നത് അതിന്റെ എല്ലാം പ്രൈസ് വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണിക്കുകയും പറയുകയും ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എന്ന് പറയുന്നതിന്റെ അർത്ഥം ഇതാണ്, കാര്യം ഇതാണ്, മനസ്സിലാവും. സോ അതെല്ലാം നിങ്ങൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ബോട്ടിൽ പ്രൈസ് എന്ന് പറയുമ്പോൾ 2450 രൂപയാണ് നമ്മുടെ JNBയുടെ MRP എന്ന് പറയുന്നത്. ഒരു പ്രീമിയം ലെവൽ വിസ്കിയാണിത്. റയ, എ ബ്ലെൻഡ് ഓഫ് ദ പ്യൂറസ്റ്റ് ഓൾഡ് സ്കോച്ച് വിസ്കീസ്, ജസ്ട്രിൻ ആൻഡ് ബ്രൂക്സ്, സെയിന്റ് ജെയിംസ് സ്ട്രീറ്റ്, ലണ്ടൻ. അതെ, ഒരു പ്രീമിയം ഹൈ ക്വാളിറ്റി ലെവൽ. ഇതിന്റെ ആ മറ്റേ കവർ കൊണ്ടു തരാമോ? കവർ തരാമല്ലോ. കാരണം ഇത് ബോട്ടിൽ കാണുമ്പോൾ അറിയാം, പല മുന്തിയ ഹോട്ടലുകളിൽ, പല 5 സ്റ്റാർ 7 സ്റ്റാർ ഹോട്ടൽസിൽ മുൻനിരയിലിരിക്കുന്ന ഒരു ബ്രാൻഡാണ് JNB വിസ്കി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് തവണ ഇത് കണ്ടു സ്കിപ്പ് ചെയ്ത് പോയതാണ്. കാരണം ഇതിനേക്കാളൊക്കെ ക്വാളിറ്റിയുള്ള ക്വാളിറ്റി അല്ലേ പ്രീമിയം സാധനങ്ങൾ മറ്റ് നമ്മൾ അതിലോട്ട് ആശ്രയം കൊടുത്തു. പക്ഷേ ഇന്ന് എന്തായാലും നമ്മുടെ കൈകളിൽ വന്ന് വീണു നമ്മുടെ JNB പ്യൂറസ്റ്റ് സ്കോച്ച് വിസ്കി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയ്ക്ക് എന്തുകൊണ്ടും ആപ്റ്റ് ആയത്, കാരണം നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങളും കുറച്ച് പ്രീമിയം കണ്ടന്റ് ആണ്.
ഒരുപാട് പ്രീമിയംനെസ് ഒന്നും അല്ല, നമ്മൾ നമ്മുടെ കണ്ടന്റ് ആണ് പറയുന്നത്. സോ അപ്പോൾ ഇന്നത്തെ കമ്പനിക്കാരതാണ് ഒരു പെഗിന് 500 രൂപയാണ് ഇവിടുത്തെ ചാർജ്. അപ്പോൾ സംഗതി എല്ലാം ക്ലിയർ ആയി. ഇതിന്റെ റിവ്യൂ on ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ബ്രോ പറഞ്ഞോളൂ. 2 packs 2 packs ഓൺഡ്രോക്സ് കഴിക്കുന്നതാണ് എങ്ങനെയാണ് അതിന്റെ ബെസ്റ്റ്? അത് ഓൺഡ്രോക്സ് കഴിക്കാം. അപ്പൊ എന്തായാലും ഇപ്പൊ നമുക്ക് ഓൺഡ്രോക്സ് വേണ്ട, അടുത്ത തന്നെ ഓൺഡ്രോക്സ് കഴിക്കാം നെക്സ്റ്റ് റൗണ്ടിലോ മറ്റോ. അപ്പൊ എന്തായാലും 2 പേക്കും ഒരു സോഡ. അപ്പം ഒഴിച്ചേക്കട്ടെ. തീർച്ചയായിട്ടും. പച്ചമുളക് എടുത്ത് കഴിക്കണോ? കൊതിപ്പിക്കില്ല നിന്നെ. തീർന്ന അത് ഡ്രങ്കൻ കൈ തിരുമി, അതിനർത്ഥം പണി തുടങ്ങുവാണ് മക്കളെ എന്നാണ്. അതെ. ഓക്കെ ഗായ്സ്, ഇറ്റ്സ് ടൈം ടു ബിഗിൻ. അതെ, പുതിയൊരു അംഗം അംഗം വെട്ടേണ്ട സമയം എത്തിക്കഴിഞ്ഞു. സോ വിത്ത് എ പ്രീമിയം സ്കോച്ച് വിസ്കി നമ്മൾ ഈ രാത്രിയിലെ ചെറിയ അംഗം തുടങ്ങുകയാണ്. ടു ഓൾ യു ആൻഡ് ദ ഫസ്റ്റ് ചിയേഴ്സ് ഓഫ് ദി നൈറ്റ് ഈസ് ഹിയർ. ചിയേഴ്സ് വിത്ത് യു ആൻഡ് ചിയേഴ്സ് ടു മിസ്റ്റർ റോബിൻ. ഇന്നത്തെ വീഡിയോയിൽ മറ്റൊരു അത്ഭുതവും കൂടെ നടന്നു. നോർമലി ഒറ്റയടിക്ക് തീർക്കേണ്ട ഡ്രങ്കൻ ഇന്ന് പെൻഡിങ് വെച്ചു. അതെന്തിന്? വൈ? അതെ, ആസ്വദിച്ച് കഴിക്കാം. കാരണം ആസ്വദിച്ച് കഴിക്കേണ്ട ഒരു ബ്രാൻഡ് തന്നെയാണത്. അതിന്റെ കാര്യം നെക്സ്റ്റ് റൗണ്ടിൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് റൗണ്ട് ടു കം. കം ഓൺ മിസ്റ്റർ ഡ്രാഗൺ. അപ്പോൾ നമ്മുടെ സെക്കൻഡ് റൗണ്ട് മയക്ക് വെടി. അപ്പൊ ഡ്രങ്കൻ ഓൺ ദ റോക്സ് ആണെന്നാണ് പറയുന്നത്. ഞാനും ഓൺ ദ റോക്സ്. മിസ്റ്റർ ഡ്രങ്കൻ ജി, ഈ സാധനം ഓൺ ദ റോക്സ് കഴിക്കാൻ എന്തുകൊണ്ടും ആപ്റ്റാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ആദ്യത്തെ റൗണ്ട് കഴിച്ചപ്പോൾ ഞാൻ എന്താ പറയുക, എനിക്ക് ശരിക്കും അത് എനിക്ക് ഒരുപാട് ഇംപ്രസ്ഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ അടുത്ത കാലത്തൊന്നും ഇതുപോലൊരു ക്വാളിറ്റി ഉള്ള സാധനം ഞാൻ കഴിച്ചെന്ന് എനിക്ക് അവകാശപ്പെടും. ഈവൻ നമ്മൾ കഴിഞ്ഞ ദിവസം റെഡ് ലേബിൾ കഴിച്ചു, പക്ഷേ ഇത് അതിനേക്കാളൊക്കെ ഒരുപാട് ഞാൻ ഇതുവരെ കഴിക്കാത്തൊരു ഫ്ലേവർ, ഒരു പ്രത്യേക സ്വീറ്റ്നസ്. ഞാൻ പറയുന്നില്ല റിവ്യൂ ചെയ്യാം, പക്ഷേ ഒരുപാട് ഇംപ്രസ്ഡ് ആയിട്ടുണ്ട് MD. അതുകൊണ്ട് തന്നെ ഞാനിത് ഓൺ ദ റോക്സിൽ തന്നെ കഴിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഡ്രാഗ് ചെയ്തൊന്നും അറിയാതെ ഓൺ ദ റോക്സ് കഴിക്കാൻ പോണ്. അപ്പോൾ എടുത്ത് പിടക്കല്ലേ? ഓക്കെ ഗായ്സ്, നമ്മുടെ J&B എന്ന് പറഞ്ഞ പ്രീമിയം ലെവൽ വിസ്കി, ഐ മീൻ സ്കോച്ച് എന്നുള്ള പേര് പറയാതിരുന്നാൽ മോശമാണ്, ദോഷമാണ്. സോ J&Bയുടെ റിവ്യൂ. അപ്പോൾ ഞാൻ കുറെ നേരമായിട്ട് J&B എന്ന് മാത്രമേ പറയുന്നുള്ളൂ. സോ ബട്ട് വാട്ട് ഈസ് J&B എന്ന് മാത്രമല്ല, അതിനൊരു എക്സ്പ്ലനേഷൻ ഉണ്ട്, അതിനൊരു എക്സ്പാൻഷൻ ഉണ്ട്. ജസ്ട്രിനി ആൻഡ് ബ്രൂക്സ് എന്നാണ് J&Bയുടെ ഫുൾ ഫോം. അപ്പോൾ J&B വിസ്കിയുടെ, സ്കോച്ച് വിസ്കിയുടെ ഇനീഷ്യൽ നോസിംഗ് ആണ് ഞാൻ പറയുന്നത്. കാരണം ഇത് ഞാൻ പറയുന്നത് ചില ബ്രാൻഡുകൾ മദ്യപാനെ ഒരുപാട് ഇംപ്രസ്ഡ് ആക്കിയിട്ടുണ്ട്. അതേപോലെ ഒരു ബ്രാൻഡാണ് J&B എന്ന് പറയുന്നത്. കാരണം സ്റ്റൈലിഷ് ബോട്ടിലാണ്, സ്റ്റൈലിഷ് ഫ്ലേവർ ആൻഡ് ടേസ്റ്റ് ആണ്. സോ ദ ഇനീഷ്യൽ നോസിംഗ് ഈസ് ഹിയർ.
ഒരേ കാര്യമേ പറയാനുള്ളൂ, വളരെ മൈൽഡ്, വളരെ എന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറിലൊന്നും ഒന്നും അറിയത്തില്ല, വളരെ തിൻ ലെയർ ഓഫ് ഓഡോർ മാത്രമേ ഉള്ളൂ. അതൊരു ഫ്ലോറൽ, ഒരു ഫ്രൂട്ടി അങ്ങനെയൊക്കെ നമുക്ക് പറയാം. കാരണം വളരെ തിന്നാണ് കേട്ടോ. ആ ഒരു എത്തനോളിൻ്റെ ഒന്നും ഒരു അംശം പോലും തോന്നുന്നില്ല. പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു നമ്മളിപ്പോൾ ചില ഹോട്ടൽസിലൊക്കെ നല്ല നല്ല സ്റ്റാർ വാല്യൂ ഉള്ള ഹോട്ടൽസിലൊക്കെ പോയാൽ മ്യൂസിക് ഒക്കെ ഇങ്ങനെ ഭയങ്കര ഇറിറ്റേഷൻ ഉള്ള രീതിയിലല്ല അവരിടുന്നത്. വളരെ മൈൽഡായിട്ട് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം കേൾക്കും എന്നുള്ള രീതിയിലുള്ള മ്യൂസിക് പടത്തിൽ അതേപോലെയാണ്. വളരെ മൈൽഡായിട്ട് ഒരു ഫ്ലോറൽ, ഒരു ഫ്രൂട്ട്നെസ്, ഇതൊക്കെയാണ് അതിൻ്റെ ഒഡോർ എന്ന് പറയുമ്പോൾ, സ്മെൽ എന്ന് പറയുമ്പോൾ. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഫോർ J&B's ഇനിഷ്യൽ നോസിങ്. സോ ഇറ്റ്സ് ടൈം. ഡ്രാഗൺ അടിച്ച നിങ്ങളെ കാണുന്നുള്ളത്. ഡ്രങ്കൻ എന്തായാലും അവിടെ ഇരുന്ന് അടിച്ചു. അതിനിടയ്ക്ക് ഞാൻ പോലും അറിഞ്ഞില്ല. നിങ്ങളാണ് എല്ലാത്തിനും സാക്ഷി. എപ്പം നടത്തിയുടെ പണിയൊക്കെ. കഴിക്കുന്ന സാധനം ഏത് രീതിയിലാണ് അതിൻ്റെ ടേസ്റ്റ് എന്ന് അറിയണം. അതിലാണ് എല്ലാ കാര്യവും. ഏറ്റവും വലിയ കാര്യം തലയ്ക്ക് എങ്ങനെ യേശു എന്നുള്ളതാണ്. ദ സെക്കൻഡ് വാല്യുബിൾ പോയിന്റ് ഈസ് ദ ടേസ്റ്റ്. അപ്പോൾ ഇനി ഒന്ന് ടേസ്റ്റ് നോക്കാം. സൂപ്പർ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സൂപ്പർ. ഞാൻ നേരത്തെയും പറഞ്ഞു, ഈ അടുത്ത കാലത്തൊന്നും ഞാൻ ഇതുപോലെ ഒരു ക്വാളിറ്റിയുള്ള സാധനം കഴിച്ചിട്ടില്ല. ക്വാളിറ്റിയുള്ള സാധനം കഴിച്ചെങ്കിൽ പോലും ഇത്രയും ഇംപ്രസ്ഡ് ആയിട്ടില്ല. കാരണം ഈ ഒരു ഫ്ലേവർ കട്ടിയില്ല, ചവർപ്പില്ല, ഇൻഫ്ലമേഷൻ ഇല്ല, ഒന്നും തന്നെ ഇല്ല. ഒരു ഫ്രൂട്ട്നെസ് ഉണ്ട്, ഒരു വാനിലയുടെ പഞ്ചുണ്ട്. ഞാൻ ആദ്യമേ കഴിച്ചപ്പോൾ എനിക്ക് ഫീൽ ആയത് ഒരു ചെറിയ തോതിൽ ഒരു പിഞ്ച് എഫക്റ്റ് ആയിട്ട് ഒരു സ്മോക്കിനെസ് ഉണ്ട്. ഇതൊക്കെയാണ് എനിക്ക് ഫീൽ ആയത്. കാരണം എവിടേക്കോ നമുക്ക് ഉള്ളിലുള്ള നമ്മുടെ ആരാധനാ പുരുഷനായ ജാക്ക് ഡാനിയൽസിൻ്റെ ഒരു ഫ്ലേവർ ഇതിനകത്ത് വരുന്നുണ്ട്, ഒരു സ്മോക്കിനെസ്. സെയിം സ്മോക്കിനെസ് നമ്മുടെ സിഗ്നേച്ചറിൽ ഞാൻ അനുഭവപ്പെട്ടിട്ടുണ്ട്. അതേ ഫീൽ തന്നെ ഇപ്പം J&Bയിലും വന്നിട്ടുണ്ട്. സൂപ്പർ ക്വാളിറ്റി ഓഫ് എ പ്രീമിയം സ്കോച്ച് വിസ്കി. താങ്ക്സ് ഫോർ മേക്കിംഗ് ദിസ് വണ്ടർഫുൾ ബ്രാൻഡ് ഓഫ് എ ലിക്കർ. അപ്പോൾ ഐസ് ഇട്ടിരുന്നു, ഐസൊക്കെ മെൽറ്റായി എവിടെയോ പോയി. താനാണോ ഇട്ടുകൊണ്ട് അടിച്ചിട്ട് പോയത്? ആര് മെൽറ്റായിരുന്നു? അതെ, അതെ, അങ്ങനെ വേണമല്ലോ. ഡ്രങ്കനോടെ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുക, നാളെ ഏത് മദ്യം ഏത് ബാറിൽ പോകണം. സോ ടു J&B. സൂപ്പർ. ഓക്കെ ഗായ്സ്, നമുക്കിനി നമ്മുടെ യഥാർത്ഥ കണ്ടന്റിലേക്ക് വരാം. നമ്മുടെ ചാനലിലെ ടൈറ്റിൽ കണ്ട പോലെ തന്നെ MDയുടെയും ഡ്രങ്കൻ്റെയും ഇഷ്ടപ്പെട്ട ബാറുകൾ, ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ തന്ന ആലപ്പുഴയിലെയും നമ്മുടെ സ്വന്തം കൊച്ചിയിലെയും ബാറുകളെ കുറിച്ചാണ് മദ്യപാനി ഡ്രങ്കനും യുവർ MD ഈസ് ഗോൺ ടു ഡിസ്കസ് അബൌട്ട് ദാറ്റ്. അപ്പോൾ ടോപ്പ് 10 കാറ്റഗറി ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് ഒരു ന്യൂമറിക്കൽ ഓർഡറിൽ ഞാനങ്ങ് പറയും. അപ്പോൾ ഒന്നാമതായിട്ട് വരുമ്പോൾ നമുക്ക് ആലപ്പുഴ തന്നെ തുടങ്ങാം. നമ്മൾ ഇപ്പോൾ ഇരിക്കുന്ന ദ സെയിം ബാർ, അതാണ് ഇപ്പോൾ നിലവിൽ എൻ്റെ പോപ്പുലാരിറ്റിയിലും എൻ്റെ ഏറ്റവും അട്രാക്ഷനിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ആലപ്പുഴയിലുള്ള പറവൂരിലുള്ള ദ സെയിം ബാർ, ബൊണാൻസ ഹോട്ടൽ. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബാർ. ആക്ച്വലി ഇറ്റ്സ് മൈ ഫേവറേറ്റ് അറ്റ് ദ മോമെന്റ് ഇൻ ആലപ്പി. ബൊണാൻസ ബാർ ഈസ് ദ ഫേവറേറ്റ് ബാർ ഓഫ് MD. കാരണം ഒരുപാട് വീഡിയോസ് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ആംബിയൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കാരണം നിങ്ങൾ തന്നെ കാണുക, ഇവിടുത്തെ ഈ ലൗഞ്ചിൻ്റെ ആംബിയൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ സീറ്റിങ്ങും എല്ലാം ഒരു സൂപ്പർബാണ്. നമുക്ക് അധികം റഷ്യും കാര്യങ്ങളൊന്നും ഇവിടെ അനുഭവപ്പെടത്തില്ല. കാരണം ഇതൊരു ലൗഞ്ചാണ്, പ്രീമിയമാണ്, ഇത്തിരി കോസ്റ്റ്ലിയാണ്. ഓവറോൾ ഇറ്റ്സ് സൂപ്പർബ്. അപ്പോൾ ബൊണാൻസ ബാർ ഈസ് മൈ ഫസ്റ്റ് പ്രിഫറൻസ് ഇൻ ആലപ്പി ആക്ച്വലി. അപ്പോൾ ഇനി നമുക്ക് സെക്കൻഡ് റൗണ്ടിലേക്ക് പോകാം. സെക്കൻഡ് ആരായിരിക്കും? സെക്കൻഡ് എന്നല്ല, നെക്സ്റ്റ് മദ്യപാനിക്ക് പ്രിയപ്പെട്ടൊരു ബാർ ഏതാണ് ആലപ്പുഴയിൽ? ആലപ്പുഴയിൽ ഒരുപാട് ബാറുകളുണ്ട്, നിങ്ങൾക്കറിയാം. ഇപ്പോൾ ഉള്ളതിനേക്കാളും ഒരുപാട് ബാറുകൾ മുമ്പ് ഉണ്ടായിരുന്നു. പക്ഷെ അവരെല്ലാം മൺമറഞ്ഞു പോയി. അനാവശ്യമായ ഒരു മദ്യനയം. അതെ, കണ്ടോ, ഇതിൻ്റെ ഐസ് ഇട്ടില്ലടൂ, ഓൺ ദ റോക്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. സോറി, ഡ്രങ്കന്റെ സ്നേഹം കണ്ടോ? മദ്യപാനി MD സംസാരിച്ച് ദാഹിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കൊണ്ട് തരുന്ന പോലെയാണ് മദ്യം കൊണ്ട് തരുന്നത്. താൻ എന്നെ കുടിപ്പിച്ച് കൊല്ലുമല്ലേ? അതെ. സോ നമ്പർ സെക്കൻഡ് സ്പോട്ട് എന്ന് ഞാൻ പറഞ്ഞില്ല. നെക്സ്റ്റ് ഫേവറേറ്റ് ഓഫ് MD ഈസ് ഇൻ ആലപ്പി. ഓഫ് കോഴ്സ് ഇറ്റ്സ് പഗോഡ. ഇറ്റ്സ് എ ബിയർ ആൻഡ് വൈൻ പാർലർ. ഒരുപാട് റെവലേഷനാണ് ഉണ്ടാക്കാൻ പോകുന്നത് പഗോഡ ഒരു ബാറായി കഴിയുമ്പോൾ. അതിൻ്റെ റീസൺ എല്ലാം മദ്യപാനി തീർച്ചയായിട്ടും പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ
അടുത്ത സ്ഥാനത്തുള്ളത് പഗോഡ ബിയർ ആൻഡ് വൈൻ പാർലർ എന്നല്ല, പഗോഡ റിസോർട്ട്സ്. വളരെയധികം വിൻറ്റേജ് ഹിസ്റ്ററി ഉള്ളൊരു റിസോർട്ടാണ് പഗോഡ എന്ന് പറയുമ്പോൾ. നമ്മുടെ ചുങ്കം ഭാഗത്ത് നമ്മൾ സ്ഥിരം പോകുന്ന നമ്മുടെ സ്വന്തം പഗോഡ. അവിടുത്തെ വീഡിയോസ് നമുക്ക് കയ്യിലെണ്ണാൻ പറ്റാത്ത അത്രയും രീതിയിലുള്ള വീഡിയോസ് നമുക്കുണ്ട്. ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് എവർ വീഡിയോ വാസ് ഇൻ പഗോഡ. അതും ഒരു വളരെ ഹിസ്റ്റോറിക്കൽ മൊമെൻ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം നമ്മുടെ ചാനൽ എന്തായോ അവിടെ തുടക്കമിട്ടത് പഗോഡയാണ്. സോ ടു പഗോഡ. സോ നമ്മുടെ നെക്സ്റ്റ് പോയിന്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൂന്നാമത്തെ മൈ ഫേവറേറ്റ് ബാർ ഇൻ ആലപ്പി ഈസ്, മുമ്പത്തെ കാര്യങ്ങൾ പറഞ്ഞില്ല, ഇപ്പൊ നിലവിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ബാറുകളെ കുറിച്ചാണ് MD നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പൊ നിലവിൽ ആലപ്പുഴയിൽ അത്ര അധികം ബാറുകളും കാര്യങ്ങളും ഒന്നും ഇല്ല എന്ന് നിങ്ങൾക്ക് നല്ലപോലെ അറിയാം. അപ്പോൾ ഉള്ളതിൽ വെച്ച് മദ്യപാനിക്ക് ഇഷ്ടപ്പെട്ട അടുത്ത ബാർ എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ്സ് ക്യാമലറ്റ് കൺവെൻഷൻ സെന്ററിലെ ഏറ്റവും മുകളിലുള്ള ദ ലൗഞ്ച് ബാറാണ് MDയുടെ അടുത്ത ഫേവറേറ്റ്. കാരണം ചില എക്സോട്ടിക് ബ്രാൻഡ്സ് അവിടെ കിട്ടും. അതുപോലെ തന്നെ ഒരു ലൗഞ്ച് എഫക്റ്റ് നമുക്ക് കിട്ടുന്നതും ക്യാമലറ്റിൽ മാത്രമാണ്. ക്യാമലറ്റിൽ 3 ബാറുകളുണ്ട്: രസം, അതിരസം, പിന്നെ ദ ലൗഞ്ച്. നിങ്ങൾക്കതറിയാം, നമ്മുടെ ചാനലൊക്കെ ഒരുപാട് തവണ പ്രത്യക്ഷപ്പെട്ട ബാറാണ്, ഒരുപാട് ഇഷ്ടപ്പെട്ട ബാറാണ് ക്യാമലറ്റ്. നമുക്ക് മറക്കാനാവാത്ത ഒരുപാട് ഓർമ്മകൾ തന്നൊരു ബാറാണ്. സോ ടു ക്യാമലറ്റ് ആൻഡ് ദ ലൗഞ്ച്. The next point and the next bar in ആലപ്പി തന്നെയാണ്. കൊച്ചിയിലേക്ക് നമ്മൾ കടക്കും. ഫസ്റ്റ് ആലപ്പുഴ ഒന്ന് കഴിയട്ടെ അല്ലേടോ? അപ്പോൾ നെക്സ്റ്റ് ബാർ എന്ന് പറയുന്ന തന്നെ നമ്മുടെ പഗോഡ പോലെ തന്നെ ഒരു ബിയർ ആൻഡ് വൈൻ പാർലർ താൽക്കാലികമായിട്ട് വരും നാളുകളിൽ അതും ഒരു ബാറായി പുനർജനിക്കുന്നതാണ്. ദ ബാർ ഈസ് പ്ലാസ. പ്ലാസ ബാറാണ്. പ്ലാസ ബാർ എന്ന് പറയുമ്പോൾ ആ ബാറിനേക്കാളും കൂടുതൽ പ്രാധാന്യം അവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിനാണ്. നിങ്ങൾക്കതറിയാം, നമ്മുടെ ചാനൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം എന്തുകൊണ്ട് MD അങ്ങനെ പറയുന്നു എന്ന് നിങ്ങൾക്ക് നല്ലപോലെ അറിയാൻ പറ്റും. സോ പ്ലാസ എന്ന് പറയുമ്പോൾ അതും ഒരു വിൻറ്റേജ് ബാറാണ്, വളരെയധികം പഴക്കമുള്ള ഒരു ബാറാണ്. അപ്പോൾ അത് പൊളിച്ചു, അതിനിപ്പോൾ റെനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ താമസം ഇല്ലാതെ തന്നെ അതൊരു ബാറായിട്ട് നിങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നതായിരിക്കും, നമുക്ക് എല്ലാവർക്കും അറിയാം. So, to Plaza is the best bar among several other bars. So, ഇനി നമുക്ക് നമ്മുടെ ആലപ്പുഴ വിട്ടിട്ട് കുറച്ച് അപ്പുറത്തേക്ക് പോവാം. നമ്മുടെ നെയ്ബറിംഗ് ഡിസ്ട്രിക്റ്റ് ആയ MDയെ സംബന്ധിച്ചോളം മൈ ആൽക്കഹോൾ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം കൊച്ചി, എറണാകുളത്തേക്ക് കടക്കുമ്പോഴാണ് കളി വേറെ ലെവൽ. അതുക്ക് മേലെ ഒരുപാട് മുകളിലാണ്. എറണാകുളത്തേക്ക് നമ്മുടെ സീക്വൻസ് കടന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന എഫക്ട് ഓഫ് ലിവിങ്. സോ ഹു ഈസ് നെക്സ്റ്റ് ഇൻ കൊച്ചി? ഫോർ മീ ഇറ്റ് വിൽ ബി വെലോസിറ്റി. Velocity means everything in Kochi. Thank you, Mr. Dragon. Velocity എന്ന് ഞാൻ പറയാൻ കാരണം, the one and only എന്ന് പറയാൻ കാരണം, it's the most happening bar in Kochi. ഏറ്റവും കൂടുതൽ വൈബ്, ഏറ്റവും കൂടുതൽ സെലിബ്രിറ്റീസ് വരുന്ന ഒരു ബാർ ഉണ്ടെങ്കിൽ ഇപ്പോൾ 2022 കണക്ക് പ്രകാരം നോക്കുവാണെങ്കിൽ ഇറ്റ്സ് obviously the Velocity bar. പിന്നെ അടുത്തൊരു ബാർ കൂടെ ഉണ്ട്. നെക്സ്റ്റ് ബാർ ഈസ് കൊച്ചിയിൽ തന്നെ ഹോട്ടൽ സ്പിൻ. നമ്മൾ ചാനൽ തുടങ്ങി കൊച്ചിയിലെ ഫസ്റ്റ് ബാർ വീഡിയോ ആണ് ഹോട്ടൽ സ്പിന്നിലെ. Okay guys, coming to the next point, which is the next bar in Kochi, impressive to മദ്യപാനി. ഏതായിരിക്കും? And the answer is Grand, Hotel Grand. അതെ guys, നമ്മുടെ വീഡിയോയിൽ 2 തവണ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. One was unofficially and one was typically official. അപ്പോൾ ഹോട്ടൽ ഗ്രാൻഡ് എന്ന് പറയുമ്പോൾ വളരെയധികം ഗ്രാൻഡ് ആണ് ആ ഹോട്ടൽ. ഇറ്റ്സ് renowned for its lunch actually.
തീർച്ചയായിട്ടും ബാർ മാത്രമല്ല, ആ ഹോട്ടലിൽ എന്ന് പറയുമ്പോൾ തന്നെ വളരെയധികം ഗ്രാൻഡ് ആണ്. അതിന്റെ ഫുഡ് ഒന്നും നമുക്ക് ഇംപ്രസ് ചെയ്യായിട്ടില്ല. ബട്ട് എനി ഹൗ ദ ബാർ ഈസ് അമേസിംഗ് ആക്ച്വലി. നമ്മുടെ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. സോ ടു ഹോട്ടൽ ഗ്രാൻഡ്. അവിടെ നിന്ന് പറഞ്ഞെങ്കിൽ 2 കാറ്റഗറിയാണ്, ലോ ഫ്ലോർ ആസ് വെൽ ആസ് അപ്സ്റ്റേഴ്സ് അവൈലബിൾ ആണ്. നമ്മൾ രണ്ടും ഒരേപോലെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. സോ ടു ഹോട്ടൽ ഗ്രാൻഡ്. Which is your favorite man in Kochi? Ade, the name says it all. The vintage, the popular, and the celebrity bar in Kochi, which means in the Fort Kochi actually. Fort Kochiile ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ബാർ. നമ്മുടെ ഫിലിമിൽ പോലും, നമ്മുടെ ബിഗ് ബിയിൽ പോലും പ്രസന്റേഷനും പോപ്പുലാരിറ്റി ഉള്ള the same bar. നമ്മൾ പോയ ബാർ, അങ്ങനെ വേണം പറയാൻ. ബിഗ് ബിയിലുള്ള ബാർ എന്നല്ല, മദ്യപാനിയിലുള്ള ബാർ. The one and only Seagull top the list of this video, and to Seagull we conclude this video and the final days of night. Okay guys, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. കാരണം ഞങ്ങൾ പറഞ്ഞതും ഇത്രയേ ഉള്ളൂ. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആലപ്പുഴയിലും എറണാകുളത്തെയും ബാറുകൾ അല്ലെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് കരുതുന്നു. സോ പുതിയ വീഡിയോയുമായി, പുതിയ ഇൻഫോർമേഷനുമായി MD and Dragon will be joining you very shortly. So എല്ലാവർക്കും good night and cheers to all. Stay safe, good sleep.